സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ മുകളിൽ ആരുമില്ല. ആ ദൈവം തന്നെയാണ് ഇവിടെ ദൈവമായിട്ട്, ഇവിടെ യഹോവയായിട്ട് വന്നെങ്കിൽ ഈ കാണാവുന്ന ജനങ്ങൾ മുഴുവനും കണ്ടിട്ട് ഈ ജനങ്ങളൊക്കെ ഭയപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഇങ്ങനെ പറയുന്നത്? ഇനി അപ്പോസ്തലന്മാർ പറയുന്നതിന് മുമ്പ് യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? യേശു പറഞ്ഞു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇവിടെ ശിഷ്യന്മാർ പറയുന്നു, അപ്പോസ്തലന്മാർ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, 1 തിമോത്തി 6:15, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ ആ പ്രത്യക്ഷത വരുത്തുമെന്ന് പറയുന്നു. അപ്പോൾ സ്വർഗീയ പിതാവാണ് യേശു കർത്താവിനോട് പറയുന്നത്, ഇവിടെ ജാതിയുടെ പൂർണ്ണസംഖ്യ തികയുമ്പോൾ പുത്രനെ അയക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പിതാവിനെ വല്ലവരും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ കണ്ടിരിക്കുന്ന യഹോവ ആരായിരുന്നു? അങ്ങനെയെങ്കിൽ അബ്രഹാമിന് വെളിപ്പെട്ട മെമ്മറയുടെ തോപ്പിൽ കണ്ട ആ ദൈവമാരാണ്? മെമ്മറയുടെ തോപ്പിൽ തേജോമനായ ദൈവത്തെയാണ് കണ്ടത്. തേജോമനായ ദൈവത്തെയാണ് അബ്രഹാം കണ്ടത്. അതേപോലെ തന്നെ ആദാമും ഹവ്വയും ദൈവത്തെ കണ്ടു, ദൈവത്തോട് സംസാരിച്ചു, ദൈവം അവർക്ക് വസ്ത്രം ഉടുപ്പിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ അപ്പോസ്തലന്മാർ പറയുന്നത് തെറ്റായിട്ട് വരുത്തില്ലേ? യേശു പറഞ്ഞത് തെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ ബൈബിളിൽ നിന്ന് യേശു പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് എടുത്തു കളയണം, അല്ലേ? അപ്പൊ നമുക്ക് കളയാൻ അധികാരമില്ല. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കണം, നമ്മൾ വിശ്വസിക്കേണ്ടവരാണ്. അങ്ങനെയെങ്കിൽ യഹോവയായിട്ട് വന്നത് ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണ്. തെളിവുണ്ട്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമോ വസിക്കുന്നത്. കൊലോസ്യർ 2:9, കൊലോസ്യർ 1:15, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. യഹോവ എന്ന നാമമാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതിന്റെ നാമകരണമാണ് യഹോവ എന്ന നാമം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി സകല മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി തീരാൻ വന്ന നാമമാണ് യേശു എന്ന നാമം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ വല്ലതും പറഞ്ഞ് നമ്മൾ മനുഷ്യരെ തെറ്റിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അബ്രഹാം കണ്ടിട്ടില്ല, ഇസഹാക്ക് കണ്ടിട്ടില്ല, യാക്കോബ് കണ്ടിട്ടില്ല, ആദാം കണ്ടിട്ടില്ല, ആദാമിന്റെ ഭാര്യ കണ്ടിട്ടില്ല, മോശ കണ്ടിട്ടില്ല, ഇസ്രായേൽ ജനം കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ യഹോവ എന്ന നാമത്തിലാണ് ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ യഹോവ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷയില്ല. ഇന്ന് നമ്മൾ